ഇപ്പൊ നടന്ന പ്രശ്നത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചതിൽ സായിക്ക് വലിയ പങ്കുണ്ട്. സായി ഒരു വലിയ നന്മമരമാണെന്ന് സായി മനാഫിനെ കൊണ്ട് വരെ പറയിപ്പിച്ച് പുണ്യാളനായി നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒക്ടോബർ 1 സീക്രട്ട് ഏജന്റ് അർജുനന്റെ അനിയനെ കണ്ട് വീഡിയോ ഇട്ടതാണ് ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ഒരു തുടക്കമായി മാറുന്നത്. ആ വീഡിയോയിൽ സായി മനാഫിനെ കുറിച്ച് മോശമായി, വളരെ മോശമായി സംസാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് നമ്മളെ അർജുന്റെ വീട്ടിലാണ്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഇതിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഞാനിവിടെ വന്നിട്ട് ബ്രദറിൻ്റെ കൂടെ വന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി മൂപ്പിക്കണേ. നമുക്ക് ഈ വിഷയങ്ങൾ തുടങ്ങുന്നത് എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചും ഞാൻ സഹായിക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഫ്രണ്ട്സ് വരെ എന്നെ വിളിച്ച് ചോദിക്കുക, ഈ ഏട്ടനെ ഊറ്റിയിട്ട് ഇത്രയും കാലം ജീവിച്ചില്ലേന്ന്. അതായത് ഏട്ടൻ്റെ ഒരു സമാധാന ജീവിതങ്ങൾ അനിയത്തിമാരോ എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. അത് ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിക്കോ, കരയണമെങ്കിൽ കരയാം. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫിൻ്റെ ഒരു വീഡിയോ ആണ്. മനാഫ് ഖാൻ്റെ ഒരു വീഡിയോ ആണ്. മനാഫ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഈ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുമ്പോൾ ഇനി കുടുംബത്തിന് മുന്നോട്ട് പോകണം. അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഒരു കാവൽ പട്ടിയെ പോലെ എന്ന് ഞാൻ ഉണ്ടാവും. നാളെ എങ്ങനെ ജോലിക്ക് പോകുന്നുള്ളൊരു അവസ്ഥ അവർ ഭയങ്കരമായിട്ട് ആലോചിക്കുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ ഡ്രോപ്പ് ചെയ്യേണ്ട സമയത്ത് ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ. ആ തെണ്ടി എനിക്കിട്ട് പണിയോന്നൊരു സംശയം. പണിഞ്ഞതാ. ഇവിടെ നടന്നത് ഒരു പൊളിറ്റിക്കൽ ഗാംബ്ലിംഗ് ആണ്. മതവികാരം വെച്ചുള്ള പൊളിറ്റിക്കൽ ഗാംബ്ലിംഗ്. അതിന്റെ ഇരകളാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ അർജുന്റെ ഫാമിലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയ പാർട്ടി ഇല്ലെന്ന് പറഞ്ഞുകൂടാ. ഞങ്ങളുടെ കൂടെ ചേർന്ന ശേഷം അവരിൽ യാതൊരു വർഗീയതയും ഞാൻ കണ്ടിട്ടില്ല. അല്പം സ്വല്പം കോഴി ബിരിയാണി കഴിക്കുന്നത് വർഗീയതയാണോ എന്ന് ഞാൻ വെല്ലുവിളിക്കാൻ. കഴിഞ്ഞ ദിവസം നമ്മുടെ വേറൊരു യൂട്യൂബർ ഇവരുടെ വീട്ടിൽ പോയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ബുദ്ധിയാണോ എന്തോ ഈ പത്രസമ്മേളനം, എന്തായാലും ഫുൾ ഫാമിലി ഏറിപ്പോയിട്ടുണ്ട്. ജാതിപത ഭേദമന്യേ, പ്രായഭേദമന്യേ, ലിംഗഭേദമന്യേ, രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ മനാഫിനൊപ്പം നിന്നു. മനുഷ്യർക്ക് അർജുന്റെ ഫാമിലിയെക്കാളും സായിയെക്കാളും ഒക്കെ വിശ്വാസം മനാഫിനെ ആയിരുന്നു. അവിടെയാണ് ഈ സായി തോറ്റുപോയത്. ഞാനും വിട്ടുകൊടുത്തില്ല. സർവശക്തിയും സംഭരിച്ച് ഞാൻ ഓടി. അത് കഴിഞ്ഞപ്പോഴാണ് സായി മനാഫിനെ പോയി കാണുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. മനാഫ് നല്ല മനുഷ്യനായതുകൊണ്ട് സായിയുടെ കുത്തിത്തിരിപ്പൊന്നും മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ മനസ്സിലായിട്ടും അത് മനസ്സിലാകാതെ അഭിനയിക്കുന്നതായിട്ടാണ്. എന്തായാലും അതൊന്നും പ്രകടിപ്പിക്കാതെ മനാഫ് ഇന്നലെ സായിയെ പുകഴ്ത്തിയ ഒരു വീഡിയോ. നമ്മൾ ആണുങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാ ചിലപ്പോ അത് തല്ലി തന്നെ തീർത്തുന്നിരിക്കും. അതോടെ അത് തീർന്നു. എനിക്ക് അണ്ണനോട് ഒരു വിരോധമില്ല. ഞാൻ 2 ദിവസമായിട്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് വിഷമം പറയാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് വന്ന് പറയുമ്പോൾ പലരും ഇപ്പോഴും കളിയാക്കലാണ്. വീണ്ടും നാരദം കുത്തിത്തിരിപ്പ്. അങ്ങനെ ഒരിക്കലും പറയാനൊന്നും പാടില്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? വീണ്ടും രാത്രി സായി ഇരവാദമിറക്കുന്നു. ഭയങ്കര സിറ്റുവേഷൻ ആണിത്. ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ബിഗ് ബോസിൽ അനുഭവിച്ചതിനേക്കാൾ വലിയ സിറ്റുവേഷനാണ് ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ലൈഫിൽ അനുഭവിച്ചത്. എന്ത് പറ്റിയതാ? ആ പോയ 3 പേർക്ക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തതാ. കേട്ടിട്ടില്ലേ? An idea can change your life.